BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘം നിക്ഷേപ തട്ടിപ്പ് കേസിൽ വലിയ തട്ടിപ്പ് നടന്നെന്ന് സുപ്രീം കോടതി. പ്രതികളുടെ ജാമ്യം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് കോടതി നിരീക്ഷണം. മറ്റു കേസുകളിൽ അറസ്റ്റ് പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവ് തെറ്റെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. നിക്ഷേപ തട്ടിപ്പ് വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, കാലങ്ങളായി നമ്മൾ പിന്തുടരുന്ന വാർത്തയാണ്. നമ്മളുടെ വാർത്തയെ തുടർന്ന് അന്വേഷണം ഊർജിതമാവുകയും പലരെയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു, ഒളിവിൽ പോയ പലരെയും. എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്ന നിരീക്ഷണവും നിർദ്ദേശവും. ഗൂഗിൾ 24 പുറത്തു കൊണ്ടുവന്ന BSNL സഹകരണ സംഘം നിക്ഷേപ തട്ടിപ്പ് കേസ് വലിയ തട്ടിപ്പ് കേസ് എന്ന നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ഈ സഹകരണ സംഘം വഴി വ്യാജരേഖകൾ ഉപയോഗിച്ചും വ്യാജ അക്കൗണ്ടുകൾ തുറന്നും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കേസ്. 260 കോടി രൂപയുടെ തട്ടിപ്പാണ് വ്യാജരേഖകൾ ഉപയോഗിച്ച് നിക്ഷേപകരിൽ നിന്നും അനധികൃതമായി പണം സ്വീകരിച്ച് ഈ വ്യാജ അക്കൗണ്ടുകളിലൂടെ ഈ പണം നിക്ഷേപിച്ചത് സ്വന്തം അക്കൗണ്ടുകളിലേക്കും മറ്റും മാറ്റിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംഘത്തിന്റെ പ്രസിഡന്റായിരുന്ന AR ഗോപിനാഥൻ, സെക്രട്ടറി ആയിരുന്ന KV പ്രദീപ് കുമാർ, മുൻ ഡയറക്ടറായ PR മൂർത്തി, ജീവനക്കാരൻ രാജീവ് എന്നിവരാണ് തട്ടിപ്പ് നടത്തിയത് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഈ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ സുപ്രീം കോടതിയെ സമർപ്പിച്ച ഹർജിയിലാണ് ഇത്തരത്തിൽ ഈ BSNL സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് നടന്നത് വലിയ തട്ടിപ്പാണ് എന്ന നിരീക്ഷണം സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. മറ്റ് കേസുകളിൽ അറസ്റ്റ് പാടില്ല എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് തെറ്റാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ഹർജിയിൽ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ ഈ പ്രതികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഗോകുൽ, ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. 24ന്റെ നിരന്തര ഇടപെടൽ വാർത്തകളെ തുടർന്നാണ് BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘത്തിലെ തട്ടിപ്പ് പുറത്തു വന്നതും അതിൽ ഊർജിതമായ അന്വേഷണം നടന്നത്. ഏതായാലും ആ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതിനെതിരെയുള്ള ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇതൊരു വലിയ തട്ടിപ്പ് എന്ന പരാമർശം കൂടി നടത്തുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.